ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദവടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വിഷയം ത്രികോണ കോടീശ്വര യോഗം സംഭവിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് 15 നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും നല്ല ഫലങ്ങൾ, ഉയർച്ച, ഐശ്വര്യം എന്നിവയൊക്കെ വന്നു ചേരുന്നത്. 27 നക്ഷത്ര ജാതകർക്കും ഇതിൻ്റെ ഫലങ്ങളുണ്ടാകും. എന്നാലും അതിൽ 15 നക്ഷത്രക്കാർക്കായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത്. 2026 വർഷത്തിലെ ത്രികോണ കോടീശ്വര യോഗം സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ നക്ഷത്ര ജാതകർക്കും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫലം നൽകുന്നത്. ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമാണ് ഈ ത്രികോണ കോടീശ്വര യോഗത്തിൽ വരുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ശനി, വ്യാഴൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ത്രികോണ സ്ഥാനമാണ് ഇതിൻ്റെ പ്രധാന കാരണവും. ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് 2027 ഓഗസ്റ്റ് മാസം വരെ തൊഴിൽ, സാമ്പത്തികം, വിവാഹം, വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ട് എന്നിവയിലൊക്കെ വലിയ ഉയർച്ചകൾ സംഭവിക്കും. ത്രികോണ കോടീശ്വര യോഗത്തിൻ്റെ ഫലങ്ങൾ ഈ വർഷം 2026 ഫെബ്രുവരി, അതായത് ഈ മാസം 13 മുതലായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നത്. അതിനെ തുടർന്ന് ഏകദേശം ഒരു 90 ദിവസങ്ങൾ കൊണ്ടായിരിക്കും ഈ ഫലങ്ങൾ പടിപടിയായിട്ട് വന്ന് പൂർണ്ണതയിലേക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഈ 90 ദിവസം കഴിഞ്ഞിട്ട് 2027 ഫെബ്രുവരി വരെ ഓഗസ്റ്റ് വരെ ഈ ഒരു ഫലം അങ്ങനെ തന്നെ നിലനിന്ന് പോകും. ഈ ഒരു കാലഘട്ടത്തിൽ പല വഴികളിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ജാതകർക്ക് വന്നു ചേരുന്നതാണ്. ഭാഗ്യം നല്ല രീതിയിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയം കാര്യങ്ങൾ യുക്തിയോടെ എടുത്ത് പ്രവർത്തിച്ചാൽ ഉയർച്ചകൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം. ശനി ബലവാനായി നിൽക്കുന്നത് കൊണ്ട് മൂലത്രികോണ ക്ഷേത്രത്തിലെ കാരകത്വം കർമാധിപതിയായ ശനിക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ബുധൻ ആദിത്യനെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ബുധാധിപത്യ യോഗവും വ്യാഴൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി കൊണ്ട് ഗുരുചണ്ഡാല യോഗവും ഉണ്ടാകും. ചില നക്ഷത്രങ്ങൾക്ക് ഈ ഒരു രണ്ട് യോഗങ്ങളും, ബുധാധിപത്യ യോഗവും ഗുരുചണ്ഡാല യോഗവും അനുഭവിക്കേണ്ടി വരും. ആയതിനാൽ തന്നെ ഒരു അപൂർവ ത്രികോണ യോഗമാണ് സംഭവിക്കുന്നത്. ഇതിനെ ഫലമായിട്ട് വരുന്ന ഗുണഫലങ്ങൾ അതൊരു രാശിയുടെ ക്രമത്തിൽ തന്നെ നോക്കാം. രാശി വച്ചിട്ട് രാശി മുതൽ നോക്കാം. അതിൽ മേടം രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. ആദിത്യൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് കർമ്മമണ്ഡലത്തിൽ ഉയർച്ചകൾ വന്നു ചേരും. തൊഴിൽ മേഖലയിൽ വന്നിട്ടുള്ള സകല തടസ്സങ്ങളും മാറിക്കിട്ടും. സഹപ്രവർത്തകരുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. കുടുംബജീവിതത്തിലെ നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമായി തീരും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സകല ഐശ്വര്യവും വരുന്ന ഒരു കാലം കൂടിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ യുക്തിയോടെ നോക്കിക്കാണുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്നിനെയും നിസ്സാരമായി കാണരുത്. ധനം അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങളിൽ വന്നു ചേരുന്നത്. പക്ഷേ അതിന് നിങ്ങൾ കൂടി ഒന്ന് പ്രയത്നിക്കണമെന്ന് മാത്രം. സമ്മാനങ്ങളായിട്ടോ നറുക്കെടുപ്പിലൂടെയോ കുടുംബസ്വത്തിൻ്റെ രൂപത്തിലോ തൊഴിലുമായി ബന്ധപ്പെട്ട രീതിയിലോ എല്ലാം ധനാഗമനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് ഇടവം രാശിയിൽ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങളാണ്. ഈ ഇടവം രാശിക്കാർക്ക് ഈ ഒരു സമയം പ്രധാനമായിട്ടും ശത്രുദോഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പല രീതിയിലും എതിർത്ത് നിൽക്കുന്നവർ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ദോഷങ്ങൾ ചെയ്യും. എന്നിരുന്നാലും രാശിചക്രത്തിലെ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ കുറച്ചൊന്ന് പരിശ്രമിച്ചാലും മറികടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാലും കൂടെയുള്ള ശത്രുക്കളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. രഹസ്യ സ്വഭാവമുള്ള രേഖകൾ, തൊഴിലുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, ഭൂമിയുടെയോ മറ്റു വസ്തുക്കളുടെയോ വാഹനങ്ങളുടെയോ ഒക്കെ
രേഖകൾ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും ഉത്തമം. വിശ്വസിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അത്ര നല്ല ഫലം ഉണ്ടാക്കണമെന്നില്ല. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുന്നതാണ്. വിദേശ ജോലി സാധ്യമാകും. ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. മിഥുനം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് ഉന്നതികളുണ്ടാകും. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുവാൻ കുറച്ച് അധ്വാനം വേണ്ടി വന്നേക്കാം. അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് 10 കിട്ടാനുള്ളിടത്ത് 100 കിട്ടുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പല വഴികളിൽ കൂടി ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ പ്രവേശനം സാധ്യമാകുന്ന ഒരു സമയമായിരിക്കും. മനസ്സിനിണങ്ങിയ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. പ്രണയ വിവാഹം സാധ്യമാകും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബസമേതം യാത്രകൾ നടത്തുവാൻ സാധിക്കും. തൊഴിൽ, ബിസിനസ് മേഖലകളിൽ ഉള്ളവർക്കും നേട്ടങ്ങളുടെ കാലമായിരിക്കും. തുടർന്ന് കർക്കിടകം രാശി. പുണർദം, കാല്, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിക്കാർക്ക് പ്രധാനമായും തൊഴിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഉന്നതി വന്നു ചേരുന്നത്. മാർച്ച്, ഏപ്രിൽ മാസത്തോടെ തൊഴിലിൽ സ്ഥാനക്കയറ്റത്തോടൊപ്പം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടക രാശിക്കാർക്ക് കുടുംബത്തിൽ മറ്റു കാര്യങ്ങൾ നടക്കുവാനുള്ള അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള യോഗങ്ങൾ കാണുന്നു. ഗൃഹപ്രവേശനം നടത്തുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് സാധ്യത കാണുന്നു. നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കും. എന്നിരുന്നാലും പാഠ്യേതര കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. ഔഷധ സേവയിൽ ഗുണഫലങ്ങൾ പ്രകടമാകും. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതികൾ മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. ദൈവാനുഗ്രഹം, ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയം ആയിരിക്കും. കൂട്ടുകച്ചവടക്കാർക്കും പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാർക്ക് സമൂഹത്തിലും തൊഴിൽ മേഖലയിലും അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ഒരു സദസ്സിൽ നിങ്ങൾ ആരാധിക്കപ്പെടും എന്ന് തന്നെ പറയാം. തൊഴിലിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അംഗീകാരങ്ങൾ ലഭിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ജൂൺ മാസത്തോടെ ഈ ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. പുണ്യക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ എന്നിവ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ദീർഘദൂര യാത്രകൾ, ആവശ്യമുള്ള യാത്രകൾ മാത്രം തിരഞ്ഞെടുക്കുക. രാശിചക്രത്തിൽ വിപരീതമായിട്ട് കേതു നിങ്ങളിൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. 2026 ജൂലൈ മാസത്തിൻ്റെ പകുതിയോടെ ആദിത്യൻ ചിങ്ങം രാശിയിൽ നിന്ന് സ്വരാശിയായ കന്നിയിലേക്ക് രാശി മാറുമ്പോൾ ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും ശക്തിയും വന്നു ചേരുകയും ചെയ്യുന്നതാണ്. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുവാനുള്ള യോഗവും വന്നു ചേരും. തുടർന്ന് കന്നിരാശി. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്ര ജാതകരാണ് കന്നിരാശിയിൽ വരുന്നത്. അപ്പോൾ ഈ കന്നിരാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായി വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. ആഗ്രഹ സാഫല്യം നേടുവാൻ സാധിക്കും. വാഹനം വാങ്ങുവാൻ സാധിക്കും. ഗൃഹം വാങ്ങുവാനോ നിലവിലെ ഗൃഹം മോടി പിടിപ്പിക്കുവാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. രോഗാവസ്ഥയിലുള്ള ജാതകർക്ക് അതിലൊരു ആശ്വാസം ഉണ്ടാകും. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സമയം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ആയതിനാൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നതാകും ഉത്തമം. വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തേക്കാൾ നല്ലത് വർഷത്തിൻ്റെ പകുതിയോടെ നിക്ഷേപങ്ങൾ നടത്തുന്നതാകും. അതായത് ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്കും സ്ഥിര നിക്ഷേപങ്ങൾക്കും ഏപ്രിൽ മാസം കഴിഞ്ഞ് നടത്തുന്നതായിരിക്കും നല്ലത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും. സന്താനങ്ങൾക്ക്
കലാ കായിക രംഗങ്ങളിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. തുടർന്ന് വരുന്നത് തുലാം രാശി. ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. ഈ തുലാം രാശിക്കാർക്ക് പ്രധാനമായും ജീവിത വിജയം സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ ത്രികോണ കോടീശ്വര യോഗത്താൽ തുലാം രാശിക്കാരുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കാർഷികപരമായ വസ്തുക്കളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് വരുന്നതും ഓട്ടോമൊബൈൽ പോലുള്ള സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ നിൽക്കുന്നവർക്കും നല്ല രീതിയിലുള്ള ഉയർച്ചകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. വർഷത്തിൽ ചില സമയങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. വിവാഹം, തൊഴിൽ എന്നിവ നേടുവാൻ സാധിക്കും. സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നത് മൂലം ചില പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. തുടർന്ന് വൃശ്ചികം രാശി. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. വൃശ്ചികം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകും. വിദ്യാഭ്യാസമായിട്ട് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാതെയുള്ള ചിലവുകളും യാത്രകളും അനിവാര്യമായി വരും. ചില ജോലികളോ പരീക്ഷകളോ നേരിടുമ്പോൾ കുറച്ച് പരിശ്രമം ആവശ്യമായിട്ട് വരും. എന്നിരുന്നാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് മുകളിലായിരിക്കും ലഭിക്കുന്നത്. ജൂൺ ജൂലൈ മാസത്തോടെ വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയാം. വർഷാവസാനത്തിൽ ദൂരദേശവാസത്തിനോ വിദേശവാസത്തിനോ യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകാം. മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷാവസാനത്തോടെ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിയും. പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമായിരിക്കും ഉണ്ടാകുന്നത്. സകല ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. തുടർന്ന് വരുന്നത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നിവയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ധനുരാശിക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയോടെ ജീവിത ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് ചേർന്നുള്ള പുതിയ പദ്ധതികൾ അല്ലെങ്കിൽ ബിസിനസ് പദ്ധതികൾ ആവിഷ്കരിച്ച് വിജയിപ്പിക്കുവാൻ സാധിക്കും. തടസ്സത്തിൽ നിന്നിരുന്ന പല പ്രവർത്തനങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് വർഷാരംഭത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വർഷത്തിൻ്റെ പകുതിയോടെ സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നതാണ്. വിദ്യാവിജയം ഉണ്ടാകും. ഉപരിപഠനത്തിന് സാഹചര്യം വന്നു ചേരും. വിവാഹം, വിദ്യാഭ്യാസം എന്നിവയിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് മകരം രാശി. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാർക്ക് ശനിയുടെ ഗോചരത്തിലെ വ്യത്യാസം മൂലം തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം എന്നിവ ഉണ്ടാകും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രം. സഹോദര സ്ഥാനം ബലമുള്ളതായിത്തീരും. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാതെയുള്ള വരുമാനം ഉണ്ടാകും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചെടുക്കുവാൻ പറ്റുന്നൊരു സമയം. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്കും ഉത്തമമായൊരു സമയമാണ്. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. നഷ്ടമായെന്ന് കരുതിയ ധനമോ സമ്പത്തോ തിരികെ ലഭിക്കും. ഒരുപാട് നാളുകളായിട്ട് അകന്നു നിന്നവർ തമ്മിൽ ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ശാരീരിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും. മനസ്സിനും ശരീരത്തിനും ഉണർവുണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒരുപോലെ നിങ്ങളിൽ വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമയമായിരിക്കും. തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ്. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ വരുന്നത്. കുംഭം രാശിക്കാർക്ക് സുഹൃത്തുക്കൾ വഴി ധനലാഭം വന്നു ചേരുന്ന ഒരു സമയം. വർഷത്തിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വർഷത്തിൻ്റെ പകുതിയിൽ കുടുംബത്തിലെ ഗുരുജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണശീലം ആക്കുക, ഭക്ഷണക്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അതായിരിക്കും നല്ലത് ആരോഗ്യത്തിന്. ചില സമയങ്ങളിൽ നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ സന്ധിവേദനയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തു തന്നെയായാലും ഗുരുവിൻ്റെ സാന്നിധ്യം, വ്യാഴൻ്റെ സാന്നിധ്യം കൊണ്ട്
കുംഭരാശിക്കാർക്ക് മനോബലം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആയതിനാൽ തന്നെ വരുന്ന പ്രശ്നങ്ങളെ നിഷ്പ്രയാസം നേരിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മീനം രാശി, തുടർന്ന് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും വിജയിക്കുവാൻ സാധിക്കും. കുടുംബസ്വത്ത് ഭാഗം വച്ച് രേഖാമൂലം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി ഉയർച്ച പ്രാപിക്കും. സർക്കാർ കരാറുകൾ ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കും. കൂടാതെ തടസ്സത്തിൽ നിന്നിരുന്ന പണം തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് വന്നു ചേരും. ഏറ്റെടുത്ത പ്രവർത്തികൾ കൃത്യസമയത്ത് തീർത്തെടുക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകും. സ്കോളർഷിപ്പ് പോലുള്ള ഉപരിപഠനത്തിലുള്ള വഴികൾ വന്നു ചേരുകയും ചെയ്യും. കൂടാതെ ഇനി പറയുന്ന ത്രികോണ കോടീശ്വര യോഗത്തിൻ്റെ ഫലമായിട്ട് 15 നക്ഷത്രക്കാർ ഏതെന്നും കൂടെ പറയാം. ഈ നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. ആയതിനാൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർ നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, നവഗ്രഹ പൂജ നടത്തുക, ജന്മനക്ഷത്രത്തിൽ അർച്ചന, ഭാഗ്യസൂക്താർച്ചന എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി ആ 15 നക്ഷത്ര ജാതകരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, ആയില്യം, മകം, പൂരം, ഉത്രം, ചോതി, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, രേവതി എന്നീ നക്ഷത്ര ജാതകരാണ്. ഈ രീതിയിലാണ് ത്രികോണ കോടീശ്വര യോഗത്താൽ 27 നക്ഷത്ര ജാതകർക്ക് വരുന്ന ഭാഗ്യാനുഭവവും അതിൽ പ്രധാനമായും വരുന്ന 15 നക്ഷത്ര ജാതകരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.